ആന്റി, നീ എവിടെ എത്തി? എത്താറായി ആന്റി. അയ്യോ വേണ്ട വേണ്ട, അകത്തേക്ക് കേറണ്ട. റോഡിൽ നിന്നാ മതി, ഞാനിതാ അങ്ങോട്ട് വരിക. ആ അയ്യോ വണ്ടി വിടല്ലേ, ഇവിടെ ഓട്ടോ വിടല്ലേന്ന്. ഓട്ടോ നീ എന്തിനാടി വണ്ടി വിട്ടത്? ചേടാ, അപ്പൊ നീ ഇവിടെ പൊറുതിക്ക് വന്നതല്ലേ? അല്ല ആന്റി, ഇവിടെ ആ കമലത്തിന്റെ വേക്കൻസി റെഡിയാക്കി തരാന്ന് ആന്റി പറഞ്ഞതല്ലേ. ഞാൻ കരുതി ഇപ്പോഴാവുമ്പോ. ഇപ്പോഴെന്താ പ്രത്യേകത? ദേ നടുവൊടിഞ്ഞ പോലെ നിക്ക അഖിലാണ്ടേശ്വരി, അപ്പോഴാ അവളുടെ ഒരു വേക്കൻസി. ആന്റി, അത് അഖില ആന്റി. എനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാ. അതെന്താ ഇത്രയ്ക്കങ്ങ് സന്തോഷിക്കാൻ? അതെന്താ ചോദ്യം ആന്റി? പ്രിയങ്കയുടെ കല്യാണം മുടങ്ങിയില്ലേ? ആനന്ദേട്ടനും പ്രിയങ്കയും തമ്മിലുള്ള കല്യാണം മുടക്കാനല്ലേ ഞാൻ ഈ കളികളൊക്കെ കളിച്ചതും എന്നെ ഇവിടുന്ന് പുറത്താക്കിയതും. ഇപ്പൊ എന്തായി? ഞാൻ വിചാരിച്ചത് നടന്നില്ലേ? വിചാരിച്ചത് നടന്നതിന്റെ ത്രില്ലില്ല ഞാനിപ്പോ. ഞാൻ മാത്രമല്ല, ആന്റിക്ക് സന്തോഷാണെന്ന് എനിക്കറിയാം. ഒന്നും വിട്ടങ്ങ് പറയാത്തതാ. ആ എനിക്കും ഉണ്ടടി അല്പ സന്തോഷമൊക്കെ. നിനക്ക് പ്രിയങ്കയുടെ കല്യാണം മുടങ്ങിയതിലാണ് സന്തോഷമെങ്കില് എനിക്ക് അഖിലാണ്ടേശ്വരിയുടെ പുന്നാര മോൻ ആനന്ദിന്റെ കല്യാണം മുടങ്ങിയതിലാ സന്തോഷം. ആന്റി എന്താ ഈ പറയുന്നേ? ആനന്ദിന്റെ കല്യാണം മുടങ്ങിയതിലോ? അതേടി, ഞാൻ പറയുന്നതാ സത്യം. ആനന്ദിനെ കൊണ്ട് നിന്റെ ചേച്ചി ജയന്തിയെ കെട്ടിക്കാൻ ഞാൻ പല അടവുകളും പയറ്റി നോക്കിയതാ. അത് നടക്കില്ലെന്ന് കണ്ട അന്ന് ഞാൻ എടുത്ത തീരുമാന അവൻ ഇനി ഈ ജന്മത്ത് കല്യാണം നടക്കരുതെന്ന്. അതൊക്കെ നടക്കുന്ന കാര്യമാണ് ആന്റി. പ്രിയങ്ക ഇല്ലെങ്കിൽ അതിനേക്കാൾ സൗന്ദര്യവും പ്രൗഢിയുള്ള മറ്റൊരു പെണ്ണിനെ കൊണ്ട് അഖിലാന്റി ആനന്ദേട്ടന്റെ കല്യാണം നടത്തില്ലേ? നടത്തും നടത്തും. അതൊക്കെ നിന്റെ തോന്നലുകളാ. ഒരിക്കൽ കല്യാണ മണ്ഡപം വരെ എത്തി കല്യാണം മുടങ്ങിപ്പോയ പയ്യന് ഈ നാട്ടിൽ അത്ര പെട്ടെന്നൊന്നും പെണ്ണ് കിട്ടാൻ പോകുന്നില്ല. ഓ, ഒരുപക്ഷെ കിട്ടാൻ തുടങ്ങിയാൽ തന്നെ അതും മുടക്കാൻ എളുപ്പമാടി. കല്യാണം ഇവിടെ ഉള്ളിടത്തോളം മറ്റൊരു കാരണം തേടി പോവണ്ടല്ലോ. പിന്നെ എന്തിനാടി ആവശ്യമില്ലാത്ത ടെൻഷൻ? ഓ അത് ശരി. അപ്പൊ ആന്റിയുടെ ഉള്ളിലിരിപ്പ് ഇതായിരുന്നല്ലേ? അതെ. നീ കേട്ടിട്ടില്ലേ, ഊണിലും ഉറക്കത്തിലും ഒരു ലക്ഷ്യം മാത്രമാണെങ്കിൽ അത് നേടാനാവുക തന്നെ ചെയ്യുമെന്ന്. ആനന്ദിന് ഈ ജന്മത്തിൽ കല്യാണം നടക്കരുത്, അവൻ കുടുംബസ്ഥനാകരുത്. ആണൊരുത്തനല്ലെന്ന നാട്ടുകാരുടെ പഴി കേട്ട് ബ്രഹ്മചാരിയായി തന്നെ ജീവിച്ച് മരിക്കണം. അത് കണ്ട് വാത്സല്യനിധിയായി അവന്റെ അമ്മയുടെ കണ്ണുകളിൽ നിന്നും ചോര പൊടിയുന്നത് എനിക്ക് കാണണം. അത് കണ്ടു വേണം എനിക്ക് മതിയാവോളം സന്തോഷിക്കാൻ. അതുകൊണ്ടും തീരില്ല എന്റെ പക. കല്യാണം കഴിഞ്ഞ അരവിന്ദിനെയും നന്ദനെയും ഇനി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്ത് മാർഗം ഉപയോഗിച്ചിട്ടാണെങ്കിലും നന്ദനെയും ഞാൻ അരവിന്ദിൽ നിന്നും അകറ്റും. ഓരോ നിമിഷവും കൈക്കരുത്ത് കാട്ടിയും കണ്ണുരുട്ടിയും എന്നെ അപമാനപ്പെടുത്തുന്ന അഖിലാണ്ടേശ്വരി ഉണ്ടല്ലോ, അവരുടെ രണ്ടാൺമക്കളുടെയും ജീവിതം തകർന്നു പോയത് കണ്ട് ഊണും ഉറക്കവും കിട്ടാതെ നീറി നീറി ഒരു ഭ്രാന്തിയെ പോലെ ഈ തെരുവിൽ അലഞ്ഞു നടന്ന് ചാവുന്നത് കാണണം എനിക്ക്. അവരുടെ രണ്ടാൺമക്കളുടെയും ജീവിതം തകർന്നു പോയത് കണ്ട് ഊണും ഉറക്കവും കിട്ടാതെ നീറി നീറി ഒരു ഭ്രാന്തിയെ പോലെ ഈ തെരുവിൽ അലഞ്ഞു നടന്ന് ചാവുന്നത് കാണണം എനിക്ക്. അതാണ് ഈ വിലാസിനിയുടെ ലക്ഷ്യം. അത് നേടും ഞാൻ. നേടിയ വിലാസിനി അടങ്ങും. അയ്യോ ആന്റി, എനിക്കിതൊക്കെ നേരിട്ട് കണ്ടെന്ന് ആസ്വദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് തിരികെ കയറ്റ് പ്ലീസ്. എനിക്കും ഇവിടെ താമസിക്കണം. വരട്ടെ, അതിനൊക്കെ നമുക്ക് മാർഗം ഉണ്ടാക്കാം. തൽക്കാലം നീ വിഷമിക്കാതെ പോ. ഞാൻ ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട്. അയ്യോ എന്റെ ദൈവമേ, ആ സുജാത ഇങ്ങോട്ട് വരുന്നുണ്ട്. നീ ഈ നടയിൽ നിൽക്കുന്നത് കണ്ട ആപത്താ. നീ നടന്നു, ഞാൻ വിളിക്കാം. പോ, ചെല്ല് ചെല്ല് ചെല്ലടി. ആന്റി, ഹലോ. അതെ അതെ, സംഭവം എല്ലാം കഴിഞ്ഞില്ലേ? ഞാൻ ചേച്ചിയോട് പറഞ്ഞോളാം. സന്ധ്യ കഴിഞ്ഞ് വിളിക്ക്. ഡേ, എങ്ങോട്ടാ യാത്ര? സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാ. സാധാരണ കല്യാണിയാണല്ലോ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത്. ഇന്നെന്തു പറ്റി, അവള് വന്നില്ലേ? കല്യാണി സിംഗപ്പൂരിലേക്ക് പോവാ മാഡം. അതുകൊണ്ട് കുറച്ച് നേരത്തെ പോകും.
കല്യാണി സിംഗപ്പൂരിൽ പോകുന്നോ? നീ എന്താ ഈ പറയുന്നേ? അതെ മാഡം, ആനന്ദ് സാറിനൊപ്പം കല്യാണി സിംഗപ്പൂരിലേക്ക് പോകുന്നത് അവാർഡ് വാങ്ങാൻ. മാഡത്തിന്റെ തീരുമാനമാ. ആ ശരി, നേരെ വൈകണ്ട, നീ പൊയ്ക്കോ. അവര് രണ്ടാളും സിംഗപ്പൂരിൽ പോയാ കൊച്ചൊരു ഹണിമൂൺ ആവുമല്ലോ. ഇതെങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റൂ. വിലാസിനി ജീവിച്ചിരിക്കുമ്പോ ആനന്ദ് അങ്ങനെ ഹണിമൂൺ ആഘോഷിക്കാൻ പാടില്ലല്ലോ. ചേച്ചി, ഞാൻ ചേച്ചിയെ കാത്തു നിൽക്കായിരുന്നു. പറ വിലാസിനി, എന്തുപറ്റി? അത് പിന്നെ ചേച്ചി, പെട്ടെന്ന് പറയും. ഞാനൊരു ഫംഗ്ഷൻ കഴിഞ്ഞ് വരുന്ന വരവാ. നല്ല ക്ഷീണമുണ്ട്, ഒന്ന് ഫ്രഷ് ആവണം. അത് ചേച്ചി, ആനന്ദ് സിംഗപ്പൂരിൽ പോകുന്നുണ്ടല്ലേ? ഓ, അതാണോ കാര്യം? നിനക്ക് എന്താ വേണ്ടേന്ന് പറഞ്ഞാൽ അവൻ വാങ്ങിക്കൊണ്ടുവരും. എന്നെ ഈ കാര്യത്തിൽ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കും പ്ലീസ്. അയ്യോ, ഞാൻ പറയാൻ വന്നത് അതല്ല ചേച്ചി. ഈ കല്യാണിയെ ആനന്ദിനോടൊപ്പം സിംഗപ്പൂരിലേക്ക് അയക്കണോ? മനസ്സിലായില്ല. അതല്ല ചേച്ചി, ഇവിടെ നമ്മുടെ കൺമുന്നിലുള്ളപ്പോ തന്നെ അവള് കാരണം ഈ കുടുംബത്തിന് എന്തെങ്കിലും ചീത്തപ്പേരുണ്ടാകുമെന്നുള്ള ഭയമാണല്ലോ. അങ്ങനെയുള്ളപ്പോ കണ്ണെത്താ ദൂരത്തേക്ക് ആനന്ദിനോടൊപ്പം അവളെ പറഞ്ഞയക്കണോ? എനിക്കെന്തോ അതത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. അതെന്താ അതിലൊരു ശരിക്കുറവ്? കാര്യമുണ്ട്. കല്യാണിയുടെ കണ്ണുകളാണ് ആ ലോഗോ ഡിസൈനിലെന്ന് അറിഞ്ഞ ശേഷം ആനന്ദിന് കല്യാണിയോട് അല്പം ഇഷ്ടം കൂടിയിട്ടുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇനിയിപ്പൊ അത് വിട്ടാ തന്നെ ആ ജോത്സ്യൻ മുമ്പ് പറഞ്ഞത് ചേച്ചി കേട്ടതല്ലേ? നമ്മുടെ പാരമ്പര്യത്തിന് ചേരാത്ത പെണ്ണായിരിക്കും ആനന്ദിന് വരാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് എന്തുകൊണ്ടും കല്യാണിയെ സിംഗപ്പൂരിലേക്ക് ആനന്ദിനോടൊപ്പം അയക്കാതിരിക്കുന്നതാ ബുദ്ധിയെന്നേ ഞാൻ പറയൂ. എന്റെ കുറെ കാലത്തെ സംശയം. നിനക്ക് നല്ല ചിന്തകളൊന്നും വരില്ലേ വിലാസിനി? ഒരാളെ എങ്ങനെ നശിപ്പിക്കാം, അയാളുടെ വളർച്ച എങ്ങനെ ഇല്ലാതാക്കാം, ഇതൊക്കെ മാത്രമേ നീ ചിന്തിക്കാറുള്ളൂ. കഷ്ടം തന്നെ. അതല്ല ചേച്ചി ഞാൻ പറഞ്ഞു വരുന്നത്. നീ ഒന്നും പറയണ്ട. നീ കല്യാണിയെ ഒരു അടുക്കളക്കാരിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ അവൾ ഇവിടുത്തെ അടുക്കളക്കാരി മാത്രമല്ല, ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാ. ആനന്ദ് ആ കമ്പനിയുടെ MD-യും. ആ റിലേഷൻഷിപ്പിലാ രണ്ടുപേരും കൂടി സിംഗപ്പൂരിൽ അവാർഡ് വാങ്ങാൻ പോകുന്നത്. ആനന്ദിന്റെയും കല്യാണിയുടെയും മനസ്സിൽ മറ്റൊരു ചിന്തയും വരില്ല. ആനന്ദിന്റെ മനസ്സിൽ കല്യാണിയുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഞാൻ പറഞ്ഞ പ്രിയങ്കയുമായിട്ടുള്ള കല്യാണത്തിന് തയ്യാറാവുമായിരുന്നോ? നീ ഒന്നും മറക്കരുത് വിലാസിനി. താലി കെട്ടുന്ന സമയത്ത് ഞാൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ അവൻ ആ പ്രിയങ്കയുടെ കഴുത്തിൽ തന്നെ താലി കെട്ടുമായിരുന്നു. പിന്നെ കല്യാണി ഈ കുടുംബത്തോട് ഒരിക്കലും ഒരു വിശ്വാസക്കേടും കാണിക്കില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ജീവൻ വരെ കളയുന്ന അവളെനിക്ക് വാക്ക് തന്നതാ. എന്റെ മനസ്സിൽ ഇല്ലാത്ത ചിന്തകളൊക്കെ ഉണ്ടാക്കി കുഴപ്പമുണ്ടാക്കുന്നത് നീ ഒറ്റ ഒരുത്തിയാ. പോയി നിന്റെ ജോലി നോക്ക്. അതല്ല ചേച്ചി, ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് എന്റെ മകനെ വിശ്വാസമാണെന്ന്. ഇനി ഇതിലൊരു ചർച്ച വേണ്ട. വേണ്ടെങ്കി വേണ്ട, പറയുമ്പോ അറിയാത്തത് കൊണ്ട് കേറും പറഞ്ഞോളൂ, അത്ര തന്നെ. അനിയൻകുട്ട സ്കൂളിൽ പോണ്ടേ? അച്ഛാ, അച്ഛനത് എവിടെ പോയി?
അച്ഛാ അനികുട്ടാ ഡാ എണീക്ക് ദാ ചായ അവിടെ വച്ചേക്ക്. വെക്കാനൊന്നും വയ്യ. ദാ പിടിക്ക്. നീ അച്ഛനെ കണ്ടോ? ഇല്ല. എന്താ റൂമിലില്ലേ? ഇവിടുന്ന് കാണുന്നുമില്ലല്ലോ. രാവിലെ ഇത് എവിടെ പോയി? അച്ഛാ അച്ഛാ മതിയാകടി. ഒന്നുമില്ല ചേച്ചി. കുറച്ചു കഴിയുമ്പോ അച്ഛൻ ഇങ്ങ് വരും. കല്യാണി നീ എന്താ കഞ്ഞി വിളമ്പാത്തേന്നും ചോദിച്ചോണ്ട്. ചേച്ചി വിഷമിക്കണ്ട. ഇത് വേറെന്തോ ടെൻഷനാ. നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ആഹാ അത് ശരി. അച്ഛൻ ഇവിടെ നിൽക്കായിരുന്നല്ലേ? ചായ ആയിട്ട് ഞാൻ എവിടെയെല്ലാം തിരക്കിന്നറിയോ? ദാ ചായ. വേണ്ട. അതെന്താ വേണ്ടാത്തെ? ദേ രാവിലെ തന്നെ എന്തോന്ന് ഈ പുകച്ചു കയറ്റുന്നേ? മോഞ്ചി വലിച്ചു കയറ്റിയത്. ആര് നിക്കടി? അച്ഛാ എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ പെരുമാറണേ? ഞാൻ സിംഗപ്പൂര് പോകുന്നതാണോ അച്ഛന്റെ പ്രശ്നം? പറ. അച്ഛന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എവിടെയും പോകുന്നില്ല. എന്താ അതോട് കഴിയോ അച്ഛന്റെ പ്രശ്നം? നീ എവിടെയെങ്കിലും പോയി തോലേ, എനിക്കൊരു പ്രശ്നമില്ല. അച്ഛനോട് അനുവാദം ചോദിച്ച് ചെയ്യുന്ന ഒരു മോള് അച്ഛനോട് അനുവാദം ചോദിച്ചിട്ടാണോ നീ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? നീ എന്റെ നാക്ക് വളച്ചോരൊന്ന് പറയിപ്പിക്കരുത്. നിന്നെ ഇപ്പൊ കാണുന്നതിന് എനിക്ക് ചതുർത്ഥിയാ. മേലാൽ എന്റെ മുമ്പ് ചായ കാപ്പി എന്നും പറഞ്ഞ് വന്നേക്കരുത്. അറിയിക്കട. ചേച്ചി വിഷമിക്കണ്ട. ഈ അച്ഛന് ചേച്ചി പിരിഞ്ഞിരിക്കാനുള്ള വിഷമം കൊണ്ട് കാണിക്കുന്നതാ. അന്ന് ചേച്ചി നാട്ടിലേക്ക് പോയ ദിവസം എന്നോടും അച്ഛന് വലിയ ദേഷ്യമായിരുന്നു. ഇത് കുറച്ച് കഴിഞ്ഞ് തണുത്തോളും. ചേച്ചി വാ, എനിക്ക് സ്കൂളിൽ പോവാൻ റെഡിയാവാനുള്ളതാ. ഏയ് നോ 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 നോ. പർച്ചേസ് ബില്ലിൽ ചെറിയൊരു മാറ്റം കാണുന്നുണ്ട്. അതിന്റെ ക്ലാരിഫിക്കേഷനാണ് എനിക്കറിയേണ്ടത്. ഏതായാലും ഫിനാൻസ് മാനേജറോട് 11 മണിക്ക് എന്നെ വന്നൊന്ന് കാണാൻ പറയും. ഓക്കെ. ആ പിന്നെ അക്കൗണ്ട് സെക്ഷനിൽ ഇപ്പൊ ആരാ ഉള്ളത്? സിയാദോ? ആ, സിയാദിനോട് പർച്ചേസിന്റെ ഡീറ്റെയിൽഡ് ബില്ല് എനിക്ക് മെയിൽ ചെയ്യാൻ പറയും. ആ ശരി ശരി ഓക്കെ. എന്താ ദാസേട്ടാ, എന്തു പറ്റി? എന്തോ പറയാൻ വന്നതുപോലെ. ഏയ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല മാഡം. പിന്നെ കല്യാണി സിംഗപ്പൂരിലേക്ക്. ഓഹോ, കല്യാണി സിംഗപ്പൂരിൽ പോകുന്ന കാര്യമാണോ പറയാൻ വന്നത്?
കല്യാണിയോട് സിംഗപ്പൂരിൽ പോവാൻ പറഞ്ഞത് ഞാനാ ദാസേട്ടാ. അവള് സിംഗപ്പൂരിൽ പോയി അവാർഡ് വാങ്ങുന്നത് സന്തോഷമല്ലേ ദാസേട്ടന്? എന്ത് സന്തോഷം. സത്യം പറഞ്ഞ അവളുടെ മനസ്സിലിപ്പോ വേറെ മാഡം. നിങ്ങളാരും അവളെ മനസ്സിലാക്കാത്തോണ്ടാ. ഏയ് ദാസേട്ടാ, എന്തു പറ്റി? മോള് സിംഗപ്പൂരിലേക്ക് പറക്കുന്നു എന്നറിഞ്ഞപ്പോ സന്തോഷം കൊണ്ട് വാക്കുകൾ പോലും കിട്ടാതായോ? ഒരു സൈലൻസ്. മാഡം ഒന്നും വിചാരിക്കരുത്. കല്യാണി സിംഗപ്പൂരിലേക്ക് പോകണമെന്ന് നിർബന്ധമുണ്ടോ? എന്റെ ഒരു അഭിപ്രായത്തില് ഹേ കമോൺ ദാസേട്ടാ, ദാസേട്ടന്റെ ഭയം എനിക്ക് മനസ്സിലായി. വാസ്തവം പറഞ്ഞാൽ ആദ്യമൊക്കെ ആനന്ദിന്റെയും കല്യാണിയുടെയും കാര്യത്തിൽ ഞാനും ഒരല്പം കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷേ പിന്നീട് എന്റെ കൺഫ്യൂഷൻ ഒക്കെ മാറി. അവര് രണ്ടുപേരും അവരവരുടെ സ്ഥാനം എന്തെന്നറിയുന്ന നല്ല കുട്ടികളാ. നമുക്ക് ഒരു ടെൻഷന്റെ ആവശ്യമില്ല. മാഡം വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങള് വലിയ കുഞ്ഞിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ കല്യാണിയുടെ മനസ്സിൽ ഇപ്പോഴുള്ളത് വലിയ കുഞ്ഞാ. ഈ അവസ്ഥയിൽ രണ്ടുപേരും ഒരുമിച്ച് സിംഗപ്പൂരിലേക്ക് അയക്കുന്നത് അത്ര ശരിയല്ല. ഇത് മാഡത്തോട് എങ്ങനെ പറയണമെന്നാ എനിക്കറിയാത്തത്. ശരിയാ. കല്യാണിയെ സിംഗപ്പൂരിലേക്ക് പോവാൻ പറയുന്നതിന് മുൻപ് രക്ഷകർത്താവായ ദാസേട്ടനോട് ഒരു വാക്ക് ഞാൻ ചോദിക്കണമായിരുന്നു. കഴിഞ്ഞില്ല. ഏതായാലും ദാസേട്ടൻ പേടിക്കണ്ട. ആനന്ദിനെ ദാസേട്ടന് വിശ്വാസക്കുറവൊന്നുമില്ലല്ലോ അല്ലേ? അയ്യോ, എന്ത് ചോദ്യം മാഡം ഇത്? വലിയ കുഞ്ഞിനെ എനിക്ക് വിശ്വാസമില്ലാതെ വരുമോ? ഞാൻ തോളിലെടുത്ത് നടന്ന കുട്ടിയല്ലേ വലിയ കുഞ്ഞ്. അതെ, ദാസേട്ടൻ ആനന്ദിനോടുള്ള വിശ്വാസം പോലെ തന്നെ എനിക്ക് കല്യാണിയും പൂർണ്ണ വിശ്വാസം. പിന്നെ എന്താ നമുക്കിനി പേടിക്കാനുള്ളത്? ദാസേട്ടൻ തന്നെ പറ. എനിക്കിത് പറയാൻ കഴിയുന്നില്ല മാഡം. അതാ എന്റെ ഈ വീർപ്പ് കൂട്ടല്. കല്യാണി ഒന്നാം തരം കള്ളിയാ. വിശ്വാസവഞ്ചനയാ അവള് നമ്മളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ദാസേട്ടാ, ആനന്ദും കല്യാണിയും സിംഗപ്പൂരിലൊക്കെ പോയി അവാർഡും വാങ്ങി വരട്ടെ. ദാസേട്ട സമാധാനമായിട്ടിരിക്കേ. ചെല്ല്, എനിക്ക് ഒന്ന് രണ്ട് ഫോൺ കോൾ ചെയ്യാനുണ്ട്. നടക്കട്ടെ. ആ ഹലോ. ആ അത് പറയാൻ വേണ്ടി തന്നെയാ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. ആ അതെ അതെ അതെ. ഇല്ലില്ല. കല്യാണി, കല്യാണി, ദേ വരണു. മാഡം, കോഫിയോ ചായയോ ജ്യൂസോ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. നാളെ സിംഗപ്പൂരിൽ അവാർഡ് വാങ്ങിക്കാൻ പോകുന്ന ആള് അടുക്കള നിക്ക. ഇത് എന്റെ ഒരു ഗിഫ്റ്റ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബ്രാൻഡ് അംബാസിഡറിന്. ഇതെന്താ മാഡം? ഇതൊരു മോഡേൺ ഡ്രസ്സാ കല്യാണി. നാളെ സിംഗപ്പൂരില് നീ ഈ ഡ്രസ് ഇട്ടോണ്ട് വേണം അവാർഡ് വാങ്ങാൻ. അയ്യോ, ഇതൊന്നും എനിക്ക് ശരിയാവില്ല മാഡം. ആഹാ, അത് നീ എന്ന് വിചാരിച്ചാ മതിയോ? നീ പോയി ഈ ഡ്രസ് ഇട്ടോണ്ട് വാ, നല്ല ഭംഗിയായിരിക്കും. മോഡേൺ ഡ്രസ്സൊന്നും എനിക്ക് വേണ്ട മാഡം. ഇപ്പൊ ഇട്ടിരിക്കുന്ന പോലുള്ള ഡ്രസ്സ് മതി. എന്റെ കല്യാണി, പാചകത്തിന് ഈ ഡ്രസ്സൊക്കെ ഓക്കെ. പക്ഷേ സിംഗപ്പൂരിൽ ചെന്ന് നീ അവാർഡ് വാങ്ങിക്കുമ്പോഴേ ഈ ഡ്രസ് ഇട്ടിട്ട് വേണം പോയി വാങ്ങാൻ. അല്ലെങ്കിൽ വല്ല പട്ടിക്കാട്ടിന് വന്നാന്ന് വിചാരിക്കും. നീ പോയിട്ടോണ്ട് വന്നേ, ഞാൻ നോക്കട്ടെ. ശരി മാഡം, ഞാൻ വലിയഞ്ഞൊരു ചായ കൊടുത്തിട്ട് വരാം. ചായയൊക്കെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കൊടുത്താ മതി. നീ ഇപ്പൊ പോയി ഡ്രസ് ഇട്ടോണ്ട് വാ. ശരി. ആ കല്യാണി മാഡം, ഈ ഡ്രസ് ഇടുമ്പോഴേ മുടിയൊക്കെ ഒന്ന് സ്റ്റൈലായിട്ട് വേണം ചെയ്യിടാൻ. എന്നാലതിന് മാച്ച് ആവൂ. ശരി മാഡം. അപ്പൊ ഈ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് വാ. പെട്ടെന്ന് വേണം.
മാഡം